ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലും കോടതി മുറികളിലെ രംഗങ്ങളായിരുന്നു കേട്ടോ, പത്മ കേസുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഹരി ഇച്ചിരി കസവ് നിൽക്കുകയായിരുന്നു അഞ്ജലിക്കെതിരെ കോടതിയിൽ. അങ്ങനെ ഏറ്റവും അവസാന നിമിഷമാണ് ഒരു പിടിവലി നമ്മുടെ അഞ്ജലിയിലേക്ക് എത്തിയത് കേട്ടോ. കാരണം പത്മ മിസ്സിങ് ആണ്, അതിന് പിന്നിലും അഞ്ജലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഹരി കിടന്ന് കസറുകയായിരുന്നു. പത്മ എവിടെ, അത് ഹാജരാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പത്മ ഉണ്ട് എന്നുള്ള കാര്യം. പത്മയെ നമ്മുടെ അഞ്ജലി കണ്ടെത്തി, അല്ലെങ്കിൽ പത്മ അഞ്ജലിക്ക് മുമ്പിലേക്ക് എത്തി എന്നുള്ള കാര്യം ഹരിക്ക് അറിയില്ല. അപ്പോൾ ഹരി കിടന്ന് കസറുകയായിരുന്നു. പത്മയെ ഒളിപ്പിക്കുന്നത് അഞ്ജലിയാണ്, എല്ലാത്തിനും പിന്നിൽ അഞ്ജലിയാണ്, പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹരി കസറുകയായിരുന്നു. ആ അവസാന നിമിഷം, എപ്പിസോഡിൻ്റെ അവസാന നിമിഷമാണ് പത്മയെ വിളിച്ച് കോടതി മുമ്പിലേക്ക് നമ്മുടെ അഞ്ജലി കൊണ്ടുവരുന്നത് കേട്ടോ. എല്ലാവരും ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. കാർത്തിക്കും ഹരിയും ശിങ്കിടികളും എല്ലാവരും തന്നെ ആകെ ഷോക്കഡായി പോയി കേട്ടോ പത്മയെ കണ്ടപ്പോൾ. അവർ സ്വപ്നത്തിൽ പോലും ശരിക്കും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല പത്മ എത്തുമെന്ന്. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് വന്ന നാളത്തെ എപ്പിസോഡിന് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നാളെ ആദ്യം തന്നെ കാട്ടുന്നത് പത്മ വന്ന് കോടതിയിൽ ഹാജരായി എന്ന് കണ്ടപ്പോൾ ആകെ പിടിവിട്ട് പോയൊരവസ്ഥയിലാട്ടോ ഹരി ഉള്ളത്. അപ്പം അതുകൊണ്ട് കോടതിയുടെ വെളിയിൽ വെച്ച് പത്മയോട് കിടന്നിട്ട് ചൂടാകുകയും ദേഷ്യപ്പെടുകയും, നീ കൂടുതൽ നിഗളിക്കണ്ട, അഞ്ജലി നിന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് നീ നിഗളിക്കണ്ട, നിനക്ക് വിജയം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഹരി പത്മയോട് സംസാരിക്കാനാട്ടോ. ഈ നിമിഷം അവിടേക്ക് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ അർജുനും കൂടെയൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് രംഗങ്ങൾ നാളെ കോടതിയുടെ മുറ്റത്ത് വെച്ചുണ്ടാകുമെന്ന് ഉറപ്പാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ വളരെ സങ്കടകരമായ സംഭവമായിട്ടാണ് കിടന്നത്. കാരണം ആര്യയുടെ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ജഡ്ജി ലീവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ ആര്യ വളരെയധികം വിഷമത്തിലാണ് കേട്ടോ. അഞ്ജലിയോട് പറയുകയാണ്, ഞാനൊരു ഭാഗ്യം കെട്ടവളാണ് മോളെ എന്നൊക്കെ പറയാം. അപ്പോൾ തന്നെ അഞ്ജലി ആശ്വസിപ്പിക്കുന്നുണ്ട്, ചേച്ചി അങ്ങനെയല്ല, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലിക്കുട്ടി സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ആര്യയെ. അപ്പം അങ്ങനെ ഒരു സീനുണ്ട്. അങ്ങനെ ഇന്നത്തെ വന്ന പ്രമേയുടെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത്, അനുപമ നോക്കുമ്പോൾ അതാ കുടിച്ച് ലെക്ക് കെട്ട് നമ്മുടെ അഭി നടക്കുകയാണ് കേട്ടോ. കാരണം അർജുൻ സ്നേഹിക്കുന്ന പെണ്ണ് അഞ്ജലിയാണെന്നുള്ള ഒരു സത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അഭിക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതും സ്വന്തം അനിയൻ തന്നെ താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കെട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അഭി ആലോചിച്ച് പുളി വെളിവില്ലാത്ത രീതിയിൽ വെള്ളമടിച്ച് കിടക്കുകയാണ്. അനുപമയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അനുപമ പറയാണ്, നിങ്ങളുടെ അർജുൻ തന്നെയാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നതെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതല്ലേ, ആ സത്യം നിങ്ങൾ അംഗീകരിക്കുക. ഒരുപക്ഷെ അർജുൻ നാളെ അവളെ വിളിച്ച് ഇങ്ങോട്ട് വരും എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ അനുപമ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് കേട്ടോ അഭിയോട്. അപ്പോൾ അഭി അതൊന്നും വകവയ്ക്കുന്നില്ല. അഞ്ജലി അഞ്ജലി എന്ന പാട്ടൊക്കെ പാടി പുള്ളി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും അഭിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് കേട്ടോ അഞ്ജലിയെ സ്നേഹിക്കുന്ന അർജുൻ ആണ് എന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇങ്ങനെയാണ് പ്രൊമോ തീർന്നിട്ടുള്ളത്. വളരെ നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ നാളെ ഉള്ളത്. എന്താണെങ്കിലും നിങ്ങൾ കാത്തിരിക്കുക, ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വരാം. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. ടേക്ക് കെയർ, ബൈ ബൈ, ശുഭരാത്രി.